വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, KLA-BF-ൻ്റെ രണ്ടാമത്തെ എഡിഷൻ 4-ാം ദിനത്തിൽ സൈന്ധവ ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന MT കഥനവും കാലസ്പന്ദവും എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മമാണ് ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ ശ്രീ ദിനേശ് വർമ്മയാണ് പുസ്തകത്തിൻ്റെ രചയിതാവ്. പരിപാടിയിൽ പങ്കെടുക്കാനായി വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ളവർ ശ്രീ മധുപാൽ, സംവിധായകനും എഴുത്തുകാരനുമാണ്. അതുപോലെ ശ്രീ NP ചന്ദ്രശേഖരൻ, എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമാണ്. ശ്രീ KV സുധാകരൻ, മുൻ മാധ്യമപ്രവർത്തനമാണ്, മുൻ വിവരാവകാശ കമ്മീഷണറായിരുന്നു. സമയപരിമിതി ഉള്ളതുമൂലം നമുക്ക് ആദ്യം പുസ്തക പ്രകാശന കർമ്മം നിർവഹിക്കാം. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ശ്രീ മധുപാൽ, പുസ്തകം ഏറ്റുവാങ്ങുന്നത് ശ്രീ NP ചന്ദ്രശേഖർ. ഇരുവരെയും ക്ഷണിക്കുന്നു. പറഞ്ഞ് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റാത്തൊരു അധ്യായമാണ്. എത്ര പറഞ്ഞാലും അതങ്ങനെ നീണ്ടുപോകും. പുസ്തകത്തെപ്പറ്റി 2 വാക്ക് സംസാരിക്കാനായി ഞാൻ ശ്രീ മധുപാലിനെ ക്ഷണിക്കുന്നു. വേദിയിലെ പ്രിയപ്പെട്ട ദിനേശ്, NP, KV സുധാകരൻ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ സുഹൃത്തുക്കളെ, മലയാള ഭാഷയിലെ ഏറ്റവും കൂടുതൽ പഠനങ്ങളും കൃതികളും ഉണ്ടായിട്ടുള്ള ഒരു കലാകൃത്ത് എന്നുള്ളത് ആദരണീയനായ MT സാറ് തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ തന്നെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുണ്ട് MTയെ കുറിച്ച്. നമ്മുടെ ലൈബ്രറികളിൽ ചെന്ന് നിൽക്കുമ്പോൾ MT എന്ന പേര്, വെറും MT എന്ന പേരിൽ മാത്രം പുസ്തകങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അതിൻ്റെ അടുത്ത വരി വരുമ്പോൾ കഥനവും കാലസ്പന്ദവും പോലെ, അല്ലെങ്കിൽ ഓർമ്മ സ്മരണകൾ എന്നൊക്കെ പറഞ്ഞതുള്ള രീതിയിൽ, പഠനങ്ങൾ എന്ന രീതിയിലുള്ളതിനേക്കാൾ കൂടുതൽ വെറും MT എന്ന 2 അക്ഷരം കൊണ്ട് ലോകത്തെ മുഴുവൻ മലയാളികളെ മുഴുവൻ, ലോകമെങ്ങുമുള്ള മലയാളികളും വളരെ ആരാധനയോടുകൂടി കാണുന്നൊരു വ്യക്തിയെക്കുറിച്ചുള്ളൊരു പുസ്തകം പ്രകാശനം ചെയ്യുന്നതിലുള്ള സന്തോഷം ഞാൻ പങ്കുവെക്കുന്നു. എത്ര പറഞ്ഞാലും തീരാത്ത ഒരു വ്യക്തി എന്നുള്ളത് തന്നെയാണ് MTയെക്കുറിച്ചുള്ള ഒരു കാര്യം എന്നുള്ളത്. എൻ്റെ ഒരു ജീവിതത്തിൽ ഞാനത് എപ്പോഴും പറയും. ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ പേഴ്സണലൈസ് ചെയ്തുകൊണ്ടാണ് ദിനേശ് വർമ്മ MT ഇതിനകത്ത് കണ്ടിട്ടുള്ളത്. എപ്പോഴും അങ്ങനെ ഒരു അടുപ്പം പലപ്പോഴും MT എന്നൊരു വ്യക്തിയോട് വായിക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ ഒരു സ്കൂൾ 8th 9th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ മുതലാണ് ഞാൻ ഈ MT കൃതികൾ വായിക്കാൻ തുടങ്ങിയത്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ പഠിപ്പിച്ചൊരു മാഷ്, പ്രത്യേകിച്ച് കൂടല്ലൂരുകാരനായുള്ള ഒരാളായിരുന്നു പാലക്കാട്. ഞാൻ പാലക്കാട് പറളി എന്നുള്ള സ്ഥലത്താണ് പഠിച്ചത്. അപ്പം അവിടെ പഠിപ്പിക്കാൻ വന്ന മാഷ ഒരു കൂടല്ലൂരുകാരനാണ്. അപ്പം അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നൊരു എഴുത്തുകാരൻ MTയാണ്. അപ്പം കൂടല്ലൂരിനെ കുറിച്ചും കൂടല്ലൂരിൻ്റെ കഥാകൃത്തിനെക്കുറിച്ചും മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന വ്യക്തിയെ കണ്ടതിൻ്റെയും കണ്ടുമുട്ടിയതിനും അദ്ദേഹം എഴുതിയ കൃതികളെക്കുറിച്ചുമൊക്കെ വാതോരാതെ പറഞ്ഞ് സ്കൂൾ ലൈബ്രറികളിൽ നിന്നും തൊട്ടടുത്തുള്ള വായനശാലകളിൽ നിന്നുമൊക്കെ എടുത്തു വായിച്ച കൃതിയിൽ കാലവും അസുരവിത്തും പാതിരാവും പകൽ വെളിച്ചവും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ചെറുകഥകളെക്കാൾ കൂടുതൽ അന്ന് നമ്മളൊക്കെ വായിച്ചിരുന്നത് ഈ നോവലുകൾ തന്നെയായിരുന്നു. ഒരു 10ാം ക്ലാസ് ആയപ്പോഴും ശരിക്കും ഒരു കാലം വായിക്കുന്നത്. കാലം വായിച്ചു കഴിഞ്ഞപ്പം പ്രത്യേകിച്ച് പാലക്കാടിൻ്റെ അന്തരീക്ഷത്തിലാണ്, പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജിലെ ഒരു അന്തരീക്ഷം നമുക്ക് ആ നോവലിൽ വായിക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഒരു അന്തരീക്ഷത്തിലൂടെ ഞാൻ കടന്നു പോകുന്ന വഴിയിലൂടെ നമ്മളിരുന്ന് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അന്തരീക്ഷം ഈ കൃതിയിൽ നിന്ന് കിട്ടുമ്പോൾ നമ്മളുടേതായ രീതിയിലൊരു വായനയുടെ സാധ്യത ഉണ്ടാക്കി തരേണ്ടത് അതുതന്നെയാണ് MT എന്ന എഴുത്തുകാരൻ നമ്മളിലേക്ക് വന്നു കയറുന്നതിൻ്റെ ഒരു ദർശനമുണ്ടാവുന്നത്. തീർച്ചയായും MT എന്ന മനുഷ്യൻ എഴുതിയ കഥകൾ മുഴുവൻ
തൊട്ടടുത്ത് നിന്നുകൊണ്ടുള്ള കടൽ, കൂടലൂരിനപ്പുറത്തേക്ക് നിന്നുകൊണ്ട് കൂടലൂരിൻ്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യം. ഞാൻ അദ്ദേഹത്തോടൊപ്പം ഒരുപാട് പ്രാവശ്യം സഞ്ചരിച്ചിട്ടുണ്ട്. പലപ്പോഴും പുന്നയൂർക്കുളത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ വീടുമായി ബന്ധപ്പെട്ടുള്ള ഇടങ്ങളിൽ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടല്ലൂരിൽ പോയിട്ടുണ്ട്, സിത്താരയിൽ പോയിരുന്നിട്ടുണ്ട്. ഒത്തിരി പ്രാവശ്യം അദ്ദേഹത്തെ കേൾക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അപ്പോൾ തുഞ്ചൻപറമ്പിലൊക്കെ ആയ പോലും അവിടെ നിന്ന് കേൾക്കുമ്പോഴൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഇനിയും എപ്പോഴൊക്കെ ഞാൻ തോന്നിയിട്ടുണ്ട് എഴുതിയിട്ടില്ലാതെ, ഇപ്പോൾ കാശി കഞ്ഞി വസ്ത്രം തുടങ്ങിയ ആ ഒരു ഏരിയയിൽ പെട്ടിട്ടുള്ള ഭാഷാഭാഷയിൽ വന്നിട്ടുള്ള ആ ഒരു ഏരിയയിൽ പോലും പറഞ്ഞിട്ടില്ലാത്ത, പലപ്പോഴും സൗഹൃദ സംഭാഷണത്തിലോ അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴോ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ പലതും എം ടി വാസുദേവൻ നായർ വ്യക്തി എഴുതിയിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇനിയും പറഞ്ഞു തീർന്നിട്ടില്ലാത്ത ഒരു എഴുത്തിൻ്റെ നിധിയാണ് അക്ഷരാർത്ഥത്തിൽ എം ടി എന്ന മഹാ എഴുത്തുകാരൻ എന്ന് നമ്മളത് കേൾവി കൊണ്ട് ഞാൻ പറയുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് എം ടി എന്നൊരു വ്യക്തിയെക്കുറിച്ചും എം ടി എന്ന എഴുത്തുകാരനെ കുറിച്ചും എം ടി എന്ന ചലച്ചിത്ര പ്രവർത്തകനെ കുറിച്ചും ഒക്കെ ധാരാളം പറയാൻ പറ്റുന്നത് എന്നുള്ളതാണ്. കാരണം അത് പറഞ്ഞാൽ തീരാത്ത അത്രയും തന്നെ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട്, അദ്ദേഹത്തിൻ്റെ എഴുത്തിനകത്തുണ്ട്, അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ഒറ്റ വാക്കുകൊണ്ട് ഞാൻ പറഞ്ഞു നിർത്തി. കാരണം ഒരിക്കലും തുഞ്ചൻപറമ്പിൽ ഒരു കലോത്സവ പരിപാടിയിലേക്ക് എനിക്ക് ഒരു ക്ഷണമുണ്ടാവുന്നുണ്ട്. അദ്ദേഹം അപ്പം അന്നത്തെ അതിന് തൊട്ട് മുമ്പത്തെ പ്രാവശ്യം ഞാൻ തലപ്പാവ് എന്നുള്ള സിനിമ ചെയ്ത് കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആ സിനിമ കാണാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം എന്നോടൊന്ന് സുഖമില്ലാതിരിക്കുവാണ്, എനിക്ക് വയ്യ, തീർച്ചയായിട്ടും നീ ഒരു DVD കൊണ്ടുതരുവാണെങ്കിൽ നമുക്ക് കൊണ്ടുവന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നത്. അപ്പം അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാൾ ഒരുപാട് പ്രാവശ്യം ആ സിനിമയുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം കേരളത്തിലൊരു ഒരു 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 സംഭവത്തെ ആസ്പദമാക്കി ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, അന്നത്തെ കാലം, അന്നത്തെ ജീവിതം, വയനാടിൻ്റെ ചരിത്രം, ഈ നക്സലൈറ്റ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം വളരെ വിശദമായിട്ട് നമ്മളോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയോടൊപ്പം തുഞ്ചൻപറമ്പിൽ ഞാൻ ഇരുന്ന സമയത്ത് ഈ കൺസേൺഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മളൊരു മനുഷ്യനെ സ്നേഹത്തോടു കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് അരുത്, എന്തു വേണം എന്തു വേണ്ട എന്ന് പറയുന്നതിൽ അത്രയും അടുപ്പിച്ച് നിൽക്കുന്ന ഒരു മനസ്സ് നമ്മൾ കണ്ടിട്ടുള്ള എം ടിയുടെ ഒരു വളരെ കാരണം ഞാനത് പറയുന്നില്ല എന്ന് വെച്ചാൽ, കാരണം എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് കാരണം ഭയങ്കര കടുംപിടുത്തത്തോടുകൂടി ഒന്നിലൂടെ ഇടപെടാതെ നിൽക്കുന്ന ഒരു എം ടിയുടെ ചിത്രങ്ങളാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഈവൻ ഈ പുസ്തകത്തിൻ്റെ അതിനകത്തും ഒരു എവിടെയോ നിഗൂഢമായി ഒളിപ്പിച്ച് വെച്ചൊരു പുഞ്ചിരി ചുണ്ടിൻ്റെ കോണിൽ നിർത്തിയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. പക്ഷേ നല്ലതുപോലെ ചിരിക്കുന്ന, നല്ലതുപോലെ കാര്യങ്ങൾ പറയുന്ന, നല്ലതുപോലെ ചേർത്തണയ്ക്കുന്ന ഒരു മഹാമനുഷ്യൻ എം ടി എന്ന അത്രമാത്രം ആർദ്രതയോടുകൂടി കാര്യങ്ങൾ കാണുന്ന ഒരു വ്യക്തിയുണ്ട് എന്ന് എനിക്ക് പറയാൻ കഴിയുന്നത് ആ മനുഷ്യനെ തൊട്ടടുത്ത് അറിഞ്ഞിട്ടുള്ളത് കൊണ്ടാണ്. തീർച്ചയായും എം ടിയെക്കുറിച്ച് ഇനിയും പറഞ്ഞാൽ തീരാത്ത അത്രമേൽ പുസ്തകങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ. ദിനേശ് ചെയ്തിട്ടുള്ള കാലം ദിനേശിൻ്റെ ഈ കൃതി കുറച്ചുകൂടെ വിപുലമായ രീതിയിൽ ഇനിയും കുറേ കൂടെ ദിനേശിന് എഴുതാൻ കഴിയും എന്നുള്ളത് ഉറപ്പുള്ളതാണ്. കാരണം ഇതൊരു ഇനിയും കുറേയൊക്കെ അവിടെ കാര്യങ്ങൾ ദിനേശിന് പറയാൻ കഴിയും. കാരണം ദിനേശിൻ്റെ എഴുത്തിനകത്ത് അങ്ങനെയുള്ള കാഴ്ചകളുണ്ട്. കാരണം മഞ്ഞിനെ കുറിച്ചായാലും കഥകളെക്കുറിച്ചായാലും നോവലുകളെക്കുറിച്ചായാലും സിനിമകളെക്കുറിച്ചായാലും ഒക്കെ ദിനേശ് പറഞ്ഞു പോകുന്നത് കുറച്ച് അപൂർണമാക്കിയിട്ടാണ്. വായിക്കാൻ എന്തോ ബാക്കിയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു എഴുത്ത് ദിനേശിൻ്റെ ഈ കൃതിയിലുണ്ട്. ഇത് കഥനവും കാലസ്പന്ദവും അതിനൊപ്പം തന്നെ ദിനേശ് എന്ന വ്യക്തിയുടെ കാഴ്ചയും കൂടിയാകുന്നു എന്ന് ഏറെ സന്തോഷത്തോടുകൂടി പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം ഔപചാരികമായി പ്രകാശനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് പുസ്തകം ഏറ്റുവാങ്ങിയ ശ്രീ NP ചന്ദ്രശേഖർ. ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പത്രപ്രവർത്തകനായിരിക്കെ തന്നെ എഴുത്തുകാരനും ആയിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് ദിനേശ് വർമ്മ, നടനായിരിക്കെ തന്നെ അതിലേറെ എഴുത്തുകാരനായ, അതിലേറെ വലിയ വായനക്കാരനായ, ആ നിലയ്ക്ക് ഞാൻ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട മധുപാൽ, വിജയിച്ച പത്രപ്രവർത്തകനായിരിക്കെ തന്നെ നിശിതമായ രാഷ്ട്രീയ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രഭാഷണങ്ങളുടെ പരമ്പരയിലൂടെ മറ്റൊരു തലത്തിൽ കൂടി ഇപ്പോൾ കേരളം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് KV സുധാകരൻ,
വേദിയിലുള്ള ശംഭുനാഥ്, സദസ്സിലുള്ള ഒട്ടേറെ പ്രമുഖരുണ്ട്, ആരെയും പേരെടുത്ത് പറയുന്നില്ല, സദസ്സിലെ വളരെ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്നത് ഔപചാരികമായ വാക്കുകളല്ല. ഒട്ടേറെ തലങ്ങളിൽ എനിക്കിന്ന് സന്തോഷമുണ്ട്. ഒന്ന്, പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ ഒരു പുസ്തകം കൂടി പുറത്തു വരുന്നു എന്ന സന്തോഷം തന്നെയാണ്. ഈ പുസ്തകത്തെക്കുറിച്ച് കാര്യമായി പറയാനുള്ള സമയം നമുക്കില്ല. അതുകൊണ്ട് തന്നെ പുസ്തകത്തെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. MT കഥനവും കാലസ്പന്ദവും എന്ന തലക്കെട്ട് തന്നെ സ്വയം സംസാരിക്കുന്നതാണ്. MTയുടെ കഥനത്തിൽ കാലം സ്പന്ദിക്കുന്നു. എല്ലാ എഴുത്തുകാരും കാലത്തിൻ്റെ ദാസന്മാരാണ് എന്നത് കാളിദാസനടക്കം ബാധകമായ വാക്യമാക്കി പ്രഖ്യാപിച്ചത് യുഗപ്രഭാവനായ മുണ്ടശ്ശേരി മാഷാണ്. ഇന്ന് ആ സങ്കല്പത്തിന് എന്തോ ഭംഗിക്കുറവുണ്ട് എന്ന് കാലം കരുതുന്നു. കാലത്തെക്കുറിച്ച് പറയുന്നവനാണ്, കാലത്തിൽ നിന്നുകൊണ്ട് കാലത്തോട് സംസാരിക്കുന്നവനാണ്, അങ്ങനെ കാലങ്ങളിൽ നിലനിൽക്കുന്നവനാണ് എഴുത്തുകാരൻ എന്ന സങ്കല്പം ഇന്ന് ആരൊക്കെയോ കാലഹരണപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ആ കാലത്ത് നിന്നുകൊണ്ട് കാലം എങ്ങനെ MTയിൽ സ്പന്ദിക്കുന്നു എന്ന് കണ്ടെത്താനുള്ളൊരു ശ്രമം, ഒരു വായനക്കാരൻ്റെ ശ്രമം, അതാണ് ദിനേശൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഇത് ശ്ലാഘനീയമാണ്. സംഗീതാഭിരുചി മുതൽ സാഹിത്യാഭിരുചി വരെ ഉള്ള സംഗീതം, സാഹിത്യം, സരസ്വതിയുടെ 2 ശരീരഭാഗങ്ങളാണ് എന്ന ആ ഒരു പരാമർശം നമുക്ക് ഉണ്ടല്ലോ. അതെല്ലാം ഒരുമിച്ച് കൊണ്ടു നടക്കുന്ന പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ദിനേശൻ നമുക്ക് പ്രിയപ്പെട്ടവനാവുന്നു. മാത്രവുമല്ല, എൻ്റെ മറ്റൊരു സന്തോഷം, ഒരു പത്രപ്രവർത്തകൻ ഇന്ന് രാഷ്ട്രീയ ഗുണ്ട മുതൽ അധോലോക നായകൻ വരെ ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലത്ത് ഒരു പത്രപ്രവർത്തകൻ താനൊരു എഴുത്തുകാരൻ കൂടിയാണ്, തനിക്ക് താല്പര്യം എഴുത്തിൽ കൂടി ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നത് എത്ര മനോഹരമായ ഒരു കാഴ്ചയാണ്. ആക്രമിക്കപ്പെടുന്ന, ആക്രമണത്തിന് അർഹമായ സാമൂഹ്യ സ്ഥാനത്ത് ചെന്ന് നിൽക്കുന്ന ഒരു കൂട്ടം എന്ന നിലയ്ക്ക് പത്രപ്രവർത്തകരിൽ നിന്ന് എനിക്ക് ഈ കാഴ്ച കാണുമ്പോൾ ഞങ്ങളുടെ കുലത്തെയാകെ തന്നെ അതിൻ്റെ പാപകർമ്മങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്ന തരത്തിൽ ചിലരെങ്കിലും പെരുമാറുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുമ്പോൾ എൻ്റെ സന്തോഷം ഇരട്ടിക്കുന്നതിൽ ഒരു സാങ്കത്യം കൂടി ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രിയപ്പെട്ട ഒരു കർമ്മം കൂടിയാകുന്നു. ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ എന്നെ ക്ഷണിച്ചതിന് വളരെ സന്തോഷമുണ്ട്. നേരത്തെ മധുപാൽ പറയുകയായിരുന്നു, ഇനിയും പറഞ്ഞു തീർന്നിട്ടില്ലാത്ത, ഇനിയും ചൊരിഞ്ഞ് തീർന്നിട്ടില്ലാത്തൊരു നിധിയാണ് MTയെക്കുറിച്ചാവട്ടെ മലയാളികൾ ഇനിയും പറഞ്ഞു തീർന്നിട്ടുമില്ല. ദിനേശനും MTയെക്കുറിച്ച് പറഞ്ഞു തീർന്നിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കേവല പ്രകീർത്തനങ്ങളല്ല, വിമർശനങ്ങളോളം എത്തുന്ന നിരീക്ഷണങ്ങൾ വരെ MT എന്ന ഇതിഹാസ നായകനെക്കുറിച്ച് മുന്നോട്ട് വയ്ക്കാൻ തയ്യാറായിട്ടുള്ള ധീരവും സൂക്ഷ്മ തലത്തിൽ സഞ്ചരിക്കുന്നതുമായൊരു രചനയാണ് ഇത് എന്നത് കൂടുതൽ ആഹ്ലാദകരമാണ്. പ്രകീർത്തനം മാത്രമല്ല, വിമർശനം കൂടി ഉന്നയിക്കുന്നത് എങ്ങനെ സൗമ്യമായും എങ്ങനെ ധീരമായും എങ്ങനെ മധുരമായും എങ്ങനെ അന്തസ്സോടെയും ചെയ്യാം എന്ന് മറ്റ് പത്രപ്രവർത്തകർക്ക് മറ്റു മേഖലകളിൽ കൂടി പകർത്താൻ കഴിയുന്ന വിധത്തിൽ ഉള്ളൊരു മാതൃകയാണ് ദിനേശൻ ഇതിലൂടെ സൃഷ്ടിക്കുന്നത് എന്ന് കൂടി പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ 20കളിലും 30കളിലും 40കളിലും 50കളിലും MT ഒരേപോലെയല്ല വായിക്കുക. ഇത് യുവ എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് യുവ ദിനേശ് വർമ്മയുടെ നിരീക്ഷണങ്ങളാണ് എന്ന് ഞാൻ കരുതുന്നു. യൗവനാന്തത്തിലെ ദിനേശ് വർമ്മയും വാർദ്ധക്യത്തിലെ ദിനേശ് വർമ്മയും ഒക്കെ ഈ MT വായന വീണ്ടും പുതുക്കട്ടെ. ഈ MT വായനയ്ക്ക് പുതുക്കിയ പതിപ്പുകൾ ഉണ്ടാകട്ടെ. അത് നമ്മുടെ MT വായനകളെ ധന്യമാക്കട്ടെ. MT എന്ന കലാകാരൻ എങ്ങനെയാണ് ഉയർന്നു വന്നത്, എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ നിലപാടുകൾ, എന്തുകൊണ്ടാണ്
ചരിത്രം അദ്ദേഹത്തെ കണ്ടെത്തുന്നത്, സ്നേഹിക്കുന്നത് എന്നൊക്കെ കൂടുതൽ വിശദമായി കണ്ടെത്താൻ വേണ്ടി ദിനേശൻ പഠനങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്ന് ഈ പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കൂടുതൽ പറയാൻ നിൽക്കുന്നില്ല. ദിനേശന് അഭിനന്ദനങ്ങൾ. ദിനേശൻ്റെ സാഹിതി സപര്യയ്ക്ക് എല്ലാ ഭാവുകങ്ങളും. നമസ്കാരം. പുസ്തകത്തെപ്പറ്റി രണ്ടു വാക്ക് സംസാരിക്കാനായി പത്രപ്രവർത്തകനും മുൻ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന ശ്രീ KV സുധാകരനെ ഞാൻ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ആരും പ്രസംഗിച്ചു പോകുന്നൊരു വേദിയാണിത്. കാരണം വേദിയിലിരിക്കുന്നവരും സദസ്സിലിരിക്കുന്നവരും അത്രയേറെ ഗംഭീരന്മാരാണ്. എഴുത്തുകാരുണ്ട്, പത്രപ്രവർത്തകരുണ്ട്, സാംസ്കാരിക പ്രവർത്തകരുണ്ട്. അങ്ങനെ പ്രസംഗിച്ച് ശീലമുള്ള ആളുകൾക്ക് എത്ര സമയം വേണമെങ്കിലും പ്രസംഗിക്കാൻ കഴിയുന്നൊരു വേദിയാണിത്. പക്ഷേ ഇത് നിയമസഭയുടെ ചുറ്റുവട്ടത്ത് ഒരുക്കിയിരിക്കുന്നൊരു വേദി ആയതുകൊണ്ടാണ് ഒരു പുസ്തക പ്രകാശനത്തിന് 25 മിനിറ്റാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. നിയമസഭയിൽ സ്പീക്കറെല്ലാം സമയം അതിലംഘിക്കുമ്പോൾ, പ്രസംഗിക്കുന്നവരുടെ സമയം പരിധി കടക്കുമ്പോൾ ബെല്ലടിക്കുന്നത് പോലെ ഇവിടെയും ഒരു മോണിറ്റർ വെച്ചിട്ടുണ്ട്. 25 മിനിറ്റ് കഴിയുമ്പോൾ ഈ പുസ്തക പ്രകാശന ചടങ്ങിൻ്റെ ദീപങ്ങൾ അണയും. അപ്പോൾ അതുകൊണ്ട് 25 മിനിറ്റിനുള്ളിൽ 5 പേര് പ്രസംഗിക്കേണ്ട ഒരു വേദിയാണ്. 5 മിനിറ്റാണ് പ്രസംഗിക്കാൻ കിട്ടുക. ഞാനാണെങ്കിൽ സാധാരണ ധാരാളമായി നീട്ടി സംസാരിക്കുന്ന ഒരാളാണ്. ഞാനൊന്ന് പ്രസംഗത്തിൻ്റെ ചൂട് പിടിച്ചു വരണമെങ്കിൽ തന്നെ 10-20 മിനിറ്റ് വേണം. എന്തായാലും ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുന്നു. MT നമുക്ക് മറ്റ് കഥാകാരന്മാരെ പോലെ, മറ്റു മലയാള നോവലിസ്റ്റുകളെപ്പോലെ, എഴുത്തുകാരെ പോലെയുള്ള ഒരാളല്ല MT മലയാളികളെ സംബന്ധിച്ച്. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ പുസ്തക വായന, പഠനം, ഗവേഷണമെല്ലാം നടത്തുന്നവർക്ക് ടി പത്മനാഭനെ വേണമെങ്കിൽ ഒഴിവാക്കിക്കൊണ്ട് പഠിക്കാൻ കഴിയും. അല്ലെങ്കിൽ OV വിജയനെ ഒഴിവാക്കിക്കൊണ്ട് സാഹിത്യത്തെക്കുറിച്ച് പഠിക്കാനും എഴുതാനും കഴിയും. പക്ഷേ MTയെ ഒഴിവാക്കിക്കൊണ്ട് ഒരു തലമുറയ്ക്കും പഠിക്കാൻ കഴിയില്ല. ഒരു തലമുറയ്ക്കും അയാളുടെ വായനയുടെ സംസ്കാരത്തെ പരിപോഷിപ്പിക്കാനായിട്ട് MT വാസുദേവൻ നായർ എന്ന് പറയുന്ന ആ എഴുത്തുകാരനെ ഒഴിവാക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് MTയുടെ സാഹിത്യ കലാസപര്യയുടെ ഏറ്റവും വിശുദ്ധമായ ഒരു വശമെന്നാണ് ഞാൻ കാണുന്നത്. MTക്ക് 90 വയസ്സ് കഴിഞ്ഞു എന്ന് നമുക്കറിയാം. പക്ഷേ MTയുടെ 90 വയസ്സ് പ്രായം കേവലമായ സാങ്കേതികത്വം മാത്രമാണെന്നാണ്. നമ്മളെല്ലാവരും ഇപ്പോഴും നമ്മുടെ ഓർമ്മകളിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ഭാവനയിൽ, നമ്മുടെ സ്വപ്നങ്ങളിലെല്ലാം MTക്ക് ഇപ്പോഴും യുവത്വമാണ്. യുവാവായ MTയെക്കുറിച്ചാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അതുകൊണ്ട് ഏത് തലമുറയിൽപ്പെട്ട ആളുകൾക്കും MTയെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാവനയെ, അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ശീലങ്ങളെ, അദ്ദേഹത്തിൻ്റെ കഥാപാത്ര രചനയെ, അദ്ദേഹത്തിൻ്റെ സങ്കല്പനങ്ങളെയെല്ലാം വളരെ യൗവനസഹജമായ തീക്ഷ്ണഭാവത്തോടുകൂടി കാണാൻ മലയാളി എന്നും കടപ്പെട്ടിരിക്കുന്ന ഒരു എഴുത്തുകാരനാണ് MT എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സാങ്കത്യം എന്നാണ് ഞാൻ കരുതുന്നത്. ദിനേശ് ശർമ്മ 2 മാസം മുമ്പാണ് 5G എന്ന പേരിൽ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുകയുണ്ടായി. 5ാം തലമുറ മൊബൈൽ ഫോണുകളുടെ വരവിനെക്കുറിച്ചും ആ 5ാം തലമുറ മൊബൈൽ ഫോണുകൾ നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം എത്രയാണെന്നും അതിൻ്റെ വരുംവരായികളെക്കുറിച്ചെല്ലാം വളരെ കൃത്യമായ ഒരു ടെക്നോസാവിയായ ഒരു എഴുത്തുകാരനെ പോലെ എഴുതിയ പുസ്തകമാണ് വർമ്മയുടെ 5G എന്ന പുസ്തകം. ഇപ്പോൾ MTയുടെ കഥകളെക്കുറിച്ച്, MTയുടെ കഥകളിലെ കാലസ്പന്ദത്തെക്കുറിച്ചൊക്കെ എഴുതുക എന്ന് പറഞ്ഞാൽ അസാധാരണമായ ഒരു സർഗശേഷിയുടെ ഉണ്ടാവണം. ഒരു പത്രപ്രവർത്തകൻ മുഴുവൻ സമയം സജീവമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇടപെടുന്നൊരു പത്രപ്രവർത്തകനെ സംബന്ധിച്ച് ഒരു സർഗാത്മക രചനയ്ക്ക് അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ക്ലേശകരമായ കാര്യമാണ്. പണ്ട് ഞങ്ങളുടെയൊക്കെ സുഹൃത്തായ പ്രസിദ്ധനായ ഒരു പത്രപ്രവർത്തകൻ, അദ്ദേഹം ഒരു കവി കൂടിയാണ്. ആ കവിയായ പത്രപ്രവർത്തകന് വലിയൊരു അവാർഡ് കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് പ്രസ് ക്ലബ്ബിൽ നൽകിയ ഒരു സ്വീകരണ യോഗത്തിൽ മറുപടി പറഞ്ഞുകൊണ്ട് ആ പത്രപ്രവർത്തകൻ ഞങ്ങളോട് അന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, പത്രപ്രവർത്തകൻ കവിയായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലേശകരമാണ്. അതിന് അദ്ദേഹം ഒരു ഉപമ പറഞ്ഞത്, ഭാര്യയെയും കാമുകയെയും ഒരേ മുറിയിൽ പാർപ്പിക്കുന്നത് പോലെ ക്ലേശകരമാണ് ഒരു പത്രപ്രവർത്തകൻ ഒരു കവിയായിരിക്കുക എന്ന് പറയുന്നത്. അത് വളരെ ഒരു ഗൗരവതരമായ ഒരു വിശേഷണമാണ്, ഒരു ഉപമയായിട്ട് നമുക്ക് കാണേണ്ടി വരും. കാരണം സർഗാത്മക രചനയുടെ തലമെന്ന് പറഞ്ഞാൽ മറ്റൊരു തലമാണ്. ഇവിടെ നമുക്കെല്ലാം വളരെ മലയാളികളുടെ പ്രിയപ്പെട്ട കവി കുരീപ്പുഴയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്.
കവിതയുടെ ലോകത്ത് വ്യാപരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, മറ്റത് ചില കൃത്യമായി ചിട്ടപ്പെടുത്തിയ ചില ചാലുകളിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് പത്രപ്രവർത്തകൻ. അത് മാറിയിട്ട് സർഗരചനയുടെ വഴികളെന്ന് പറഞ്ഞാൽ ആ എഴുത്തുകാരന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത, എഴുത്തുകാരന് പോലും സ്വപ്നം കാണാൻ കഴിയാത്ത ലോകങ്ങളിലേക്ക്, വഴികളിലേക്കെല്ലാം സഞ്ചരിക്കാൻ നിർബന്ധിതനാകുന്ന ഒരാളാണ് സർഗാത്മക രചന നടത്തുന്നത്. ഇദ്ദേഹം വർമ്മ ഇപ്പോൾ ഇവിടെ സത്യത്തിലൊരു സർഗാത്മക രചന തന്നെയാണ് നടത്തിയിരിക്കുന്നത്. കാരണം എം ടിയുടെ കൃതികളെല്ലാം നോവലുകളാണെങ്കിലും കഥയാണെങ്കിലും അത് കവിത തന്നെയാണ്. ഏറ്റവും പ്രധാനമാണ് മഞ്ഞ് എന്ന് പറയുന്ന ആ ചെറിയ നോവൽ. ആ മഞ്ഞിലൂടെ കടന്നു പോകാത്ത യുവാക്കൾ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രണയത്തെക്കുറിച്ച്, കാലത്തെക്കുറിച്ച്, ആ 1940കളിലും 50കളിലുമൊക്കെ ഉണ്ടായിരുന്ന കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യങ്ങളെക്കുറിച്ച്, വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച്, സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ച്, നാലുകെട്ടുകൾക്കുള്ളിൽ എരിഞ്ഞടങ്ങിയിരുന്ന ജീവിതങ്ങളെക്കുറിച്ചെല്ലാം എം ടി പറഞ്ഞ കാര്യങ്ങൾ, എം ടിയുടെ ലോകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എം ഡിയുടെ കൂടല്ലൂരും പൊന്നാനിയും ഭാരതപ്പുഴയും നിളയും ഒക്കെയായിരുന്നു എം ഡിയുടെ ലോകം. അതുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും അറിയാം എം ഡിയുടെ ഏറ്റവും പ്രസിദ്ധമായൊരു വാചകം, അറിയാത്ത ഗർഭങ്ങൾ, അറിയാത്ത അത്ഭുതങ്ങൾ ഗർഭത്തിൽ പേറുന്ന മഹാസമുദ്രങ്ങളെക്കാൾ എനിക്കിഷ്ടം എൻ്റെ നിളയാണ്, ഞാൻ അറിയുന്ന നിളയാണ്. ആ നിളയുടെ ജീവിത പരിസരങ്ങളിൽ നിന്ന് എത്രയെത്ര മുത്തുകളും പവിഴങ്ങളുമാണ് അദ്ദേഹം വാരിയെടുത്തിരിക്കുന്നത്. അതിപ്പോഴും മലയാളിയുടെ ഒഴിവാക്കാനാവാത്ത, മലയാളിയുടെ ചെറുപ്പക്കാരുടെ അടക്കം അവരുടെ ഭാവനയുടെയും അവരുടെ സ്വപ്നങ്ങളുടെയും അവരുടെ പ്രണയസഞ്ചാരങ്ങളുടെയും വഴികളിൽ നിന്ന് ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത ചില കാര്യങ്ങളാണ്, ചില ഭാവനാ വിലാസങ്ങളാണ് എം ടിയുടെ കഥകളിൽ, നോവലുകളിൽ പ്രകടമാകുന്നത്. അതിനെക്കുറിച്ച് വളരെ വിശദമായൊരു അവതാരിക തന്നെ പ്രശസ്ത നിരൂപകനായ ഡോക്ടർ കെ എസ് രവികുമാർ പറഞ്ഞിട്ടുണ്ട്. കെ എസ് രവികുമാറിൻ്റെ അവതാരിക വായിച്ചാൽ തന്നെ ദിനേശ് വർമ്മ ഈ കൃതിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പരിശോധിച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അവസാനത്തെ എം ഡിയുടെ നോവലുകളിൽ പ്രസിദ്ധമായ വാരാണസിയെക്കുറിച്ചുള്ള വിശദീകരണം തന്നെ, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല സമയമില്ലാത്തത് കൊണ്ട്. അങ്ങനെ എം ഡിയുടെ കഥകളെ, എം ഡിയുടെ നോവലുകളെ, എം ഡിയുടെ ഭാവനയെ, എം ഡിയുടെ സ്വപ്ന സഞ്ചാരങ്ങളെയെല്ലാം ഒരു ചിമിഴിലൊതുക്കുന്ന തരത്തിൽ ഒരു ചെറിയ പുസ്തകമാക്കി ദിനേശ് വർമ്മ ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ ശ്രീ മധുപാലും എൻ്റെ സ്നേഹിതൻ NPCയും എല്ലാം പറഞ്ഞതുപോലെ എം ഡിയുടെ കഥകളെ കുറിച്ചുള്ള പഠനങ്ങൾ ദിനേശ് വർമ്മയ്ക്ക് തന്നെ ധാരാളമായി ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന, അതാണ് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം. എപ്പോഴും ഒരു എഴുത്തുകാരൻ ഒരു കവിത എഴുതുന്നു, ഒരു നോവൽ എഴുതുന്നു, ഒരു ചിത്രം വരയ്ക്കുന്നു, അങ്ങനെയൊക്കെ കഴിയുമ്പോഴും അദ്ദേഹത്തിന് തോന്നുകയാണ് ഇതിലെന്തോയൊക്കെ ഇനിയും ചെയ്യേണ്ടിയിരുന്നു, എന്തോയൊക്കെ പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് പിന്നീടും ഓരോ എഴുത്തുകാരനെയും എഴുത്തിൻ്റെ വഴികളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തീർച്ചയായും ദിനേശ് വർമ്മയ്ക്ക് എം ഡിയുടെ കഥകളെക്കുറിച്ച്, നോവലുകളെക്കുറിച്ച്, എം ഡിയുടെ കഥാപാത്രങ്ങളെക്കുറിച്ച്, ആ കഥാപാത്രങ്ങൾ എം ഡി പെറുക്കിയെടുത്ത നിളയുടെ ചുറ്റുപാടുകളെക്കുറിച്ചെല്ലാം ധാരാളമായി പറയാൻ ഇനിയും അവശേഷിപ്പിച്ചുകൊണ്ടാണ് ദിനേശ് വർമ്മ ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഭാവിയിൽ കൂടുതൽ ഇതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് സഞ്ചരിക്കാൻ കഴിയട്ടെ. അത് മലയാളികൾക്കും വായനക്കാർക്കുമെല്ലാം വളരെ ഹൃദ്യമായ വായന അനുഭവമായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അത് എത്ര പറഞ്ഞാലും എഴുതിയാലും കേട്ടാലും തീരാത്ത ഒരു അധ്യായമാണ് ശ്രീ MT വാസുദേവൻ നായരുടെ കൃതികളെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊരു വറ്റാത്ത ഉറവായി തന്നെ തുടരട്ടെ. പുസ്തകത്തിൻ്റെ രചയിതാവ് ശ്രീ ദിനേശ് വർമ്മയെ ഞാൻ നന്ദി പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഈ വൈകിയ വേളയിൽ ദീർഘമായിട്ടൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ഈ മഹത്തായ പുസ്തകോത്സവത്തിൽ മലയാളത്തിൻ്റെ വായനയെയും എഴുത്തിനെയും അതിൻ്റെ പുഷ്കരകാലത്തെയും തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഏറെ സഹായകമായ ഇങ്ങനൊരു പുസ്തകോത്സവത്തിൽ എൻ്റെ ഒരു പുസ്തകം പ്രകാശനം ചെയ്താൻ കഴിഞ്ഞ വലിയ സന്തോഷമുണ്ട്. പ്രൗഢമായ വേദിയും പ്രൗഢമായ സദസ്സും ഉള്ള ഇവിടെ ഒരു ചെറിയ പുസ്തകമാണെങ്കിലും MT യെക്കുറിച്ച് ദീർഘകാലമായി പലപ്പോഴും എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ ഒക്കെയാണ് ഇതിന് സമാഹരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ MT യെക്കുറിച്ച് നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ ഒരു വലിയ പർവ്വതത്തിൽ നിന്ന് നമുക്ക് എന്തെല്ലാം ശേഖരിക്കാൻ കഴിയുമോ അതെല്ലാം ശേഖരിച്ചാലും പിന്നെയും പർവ്വതം ബാക്കിയാകും എന്ന് പറഞ്ഞതുപോലെയാണ് MT യുടെ കഥ. KV സുധാകരൻ വളരെ വിശദമായിട്ട് തന്നെ അക്കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ
രചന പൂർത്തിയായപ്പോൾ ഞാൻ ഡോക്ടർ KS രവികുമാറിനെ കണ്ട് ചോദിച്ചത് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കേണ്ടത് ആവശ്യമുണ്ടോ എന്നാണ് ആദ്യം പോയി ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിർബന്ധമായും ഈ പുസ്തകം എന്ന് പറഞ്ഞു. ആ ഉറപ്പിലാണ് ഞാൻ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഇതിൻ്റെ MTയുടെ വലിയ ആരാധന, MTയുടെ കഥകളും അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള മധുപാൽ, ഈ മുതിർന്ന മാധ്യമപ്രവർത്തകനായിട്ടുള്ള NP ചന്ദ്രശേഖരൻ, എൻ്റെ സുഹൃത്തു കൂടെയായിട്ടുള്ള KV സുധാകരൻ, ഇവിടെ സദസ്സിൽ ഇരിക്കുന്ന ഞങ്ങളുടെ ജനറൽ മാനേജറായിട്ടുള്ള KJ തോമസ്, നേരത്തെ ഇവിടെ എത്തിയിരുന്ന മുഖ്യ പത്രാധിപർ കൂടിയായിട്ടുള്ള പുത്തലത്ത് ദിനേശൻ, ഞങ്ങളുടെ ഓഫീസിലെ സുഹൃത്തുക്കൾ എല്ലാവരും ഇവിടെയുണ്ട്. എല്ലാവർക്കും ബേബി സഹവും വളരെ സന്തോഷം നൽകുന്ന രീതിയിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് 2 വാക്ക് കേട്ടതിനും ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തതിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഈ പുസ്തകം പ്രസാദനം ചെയ്ത സൈന്തോ ബുക്സിൻ്റെ അജിത്ത്, അവർക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.